ഹലോ, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ വ്യത്യസ്തമായ ഒരു പായസമാണ്, മാംഗോ പായസം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അടപ്പായസം അല്ലെങ്കിൽ സേമിയ പായസം, അങ്ങനെ പലതരം പായസങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വയ്ക്കുക. അപ്പോൾ ഇതൊരു വ്യത്യസ്ത തരം പായസമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മാംഗോ പായസത്തിലേക്കായിട്ട് ഞാൻ നല്ലൊരു പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 200 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്, അല്പം വെർമിസെല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ചവ്വരിയാണ്, നമ്മൾ സാഗോ സീഡ് എന്ന് പറയും. പിന്നെ അല്പം നെയ്യ് എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് ആൻഡ് റേസിൻസ്, പിന്നെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയൊക്കെ തൊലി കളഞ്ഞിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എങ്ങനെയാ അത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെടുത്ത മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ നമുക്കൊന്ന് മിക്സർ ഗ്രൈൻഡറിലിട്ട് അടിച്ച് നല്ലൊരു മാംഗോ പ്യൂരി ആയിട്ട് എടുത്തു വയ്ക്കാം. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ നെയ്യ് അല്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു റെഡ് കളർ വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച അല്പം മുന്തിരി കൂടി അതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് അത് കോരിയെടുക്കാം. അടുത്തതായി ഞാൻ ചെയ്യുന്നത്, ആ നെയ്യിലേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ച അല്പം വെർമിസെല്ലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ വെർമിസെല്ലിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി ആ നെയ്യ് ഇത്തിരി ബാക്കിയുണ്ട്. ആ ബാക്കിയിലേക്ക് നമ്മൾ എടുത്തു വെച്ച ആ മാംഗോ പ്യൂരി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എടുത്തു വെച്ച പാലാണ് അതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 500 ml പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇതൊരുവിധം നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 100 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം മാങ്ങ നല്ല മധുരമുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പാലൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമ്മൾ എടുത്തു വെച്ച മറ്റേ സാഗോ സീഡ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നമ്മുടെ ചവ്വരി, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരം നമുക്കത് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പഞ്ചസാരയും ഏലക്കായും കൂട്ടി പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചാൽ കാഷ്യൂനട്ടും റേസിൻസ് ഇട്ട് കൊടുക്കാം.
നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ഇതിലിട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുമല്ലോ. കാരണം എല്ലാ ദിവസവും നമ്മൾ സാധാരണ ദിവസങ്ങളൊക്കെ നമ്മൾ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ സേമിയ പായസം, അടപ്പായസം അങ്ങനത്തേക്കും സാധാരണ ഉണ്ടാക്കല്. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പായസം ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ പായസം നമ്മുടെ സെർവിങ് ബൗളിലേക്ക് നമുക്ക് പകർത്താം. നല്ല രുചിയാണ്. നമുക്കൊന്നൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ചെറിയ മാങ്ങ കഷ്ണങ്ങൾ അതിലൊന്ന് വിതറി കൊടുക്കാം. നമുക്ക് പായസം കഴിക്കുമ്പോൾ ഇടയിൽ ഒന്ന് കടിക്കുമ്പോൾ നമുക്കത് നല്ലൊരു പുതിയൊരു രുചിയായിരിക്കും. അപ്പം നമ്മുടെ വളരെ രുചികരമായ പായസം ഇവിടെ തയ്യാർ.